ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം. രാമ രാമ. അഗസ്ത്യ സന്ദർശനം. ഭാനുമാൻ ഉദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. സർവർത്തും ഫലകുസുമാഢ്യ പാദപാലതാ സംവൃതം നാനാം മൃഗസഞ്ജയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതിവൈരരഹിത ജന്തുപൂർണം. നന്ദനസമാനം ആനന്ദദാനാഢ്യം മുനിനന്ദന വേദധ്വനി മണ്ഡിതം അനുപമം. ബ്രഹ്മർഷി പ്രവരന്മാർ അമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളം ഉണ്ടോരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളും ഉണ്ടറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ. വിശ്രമിച്ചനന്തരം അരുളിച്ചെയ്തു രാമൻ വിശ്രുതനായ സുതീഷ്ണൻ തന്നോടിനിയിപ്പോൾ. വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടു ആഗതനായോരെന്നെയങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുതീഷ്ണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ. നത്വാ തം ഗുരുവരം അഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമഭക്തസഞ്ജയവൃതം. രാമമന്ത്രാർത്ഥ വ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദം അഗസ്ത്യമാത്മാരാമം മുനീശ്വരം.
ആരൂഢ വിനയം കൊണ്ടാനത വക്ത്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡനമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടും ഉണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു. കാരുണ്യാബ്ധേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ. പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമ രാമേതി രാമമന്ത്രവും ജപിച്ചതികോമളം കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്ത്വാ സരഭസമുത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തം അത്യന്തഭക്ത്യാ മുനിസത്തമരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരം അസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്യാ ചിരം അദ്യൈവ സമാഗമം. യോഗ്യനായി ഇരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യ വാസരം മമ സഫലം അത്രയല്ല മത്ത തപസാഫല്യവും വന്നിതു ജഗൽപതേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡനമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും. ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതസ്രവന്നേത്ര കീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജം അതിദ്രുതം. സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠൻ ആശ്രിതജനപ്രിയനായ വിശ്വേശം രാമം. പാദ്യർഘ്യാസന മധുപർക്കമുഖ്യങ്ങളും ആപാദ്യ സംപൂജ്യ സുഖമായി ഉപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു. ധന്യനാം തപോധനൻ ഏകാന്തേ ചൊല്ലിയിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു നൂനം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി
തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. സാരസാനന സകലേശ്വരാ ദയാനിധി ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണീടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നം ഏകനായാനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതം എന്നു ഉപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാം. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നും എന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായീതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സും ഉണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായിതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷ തിര്യഗ്യോ നിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘ പൂർണ്ണമായുണ്ടായി വന്നു. ത്വന്മായാഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നും ഉണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം
നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊൽവൂ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കും നിർമ്മലയായ വിദ്യതാനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയും ഇല്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധു സംഗതി തന്നെ മോക്ഷകാരണം എന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ തുൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദിസമ്പന്നന്മാരായി ഏകാന്തേ ശമദമസാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽകഥാശ്രവണേ രതിയുണ്ടാം. തുൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ
വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാക്കണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം. ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങളനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേയേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവൻ ഇതി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകീടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കപ്പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടിം. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചു അഗസ്ത്യപാദാംബുജം. യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളീടും നേരം. ജടായു സംഗമം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാം പ്രവരനിക്കിടക്കുന്നതു മുനിഭക്ഷകൻ ഇവനെ നീ കണ്ടതില്ലയോ സഖേ.
വില്ലിങ്ങു തന്നിടു നീ ഭീതിയുമുണ്ടാകൊല്ല. കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യൻ അല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യൻ അറിഞ്ഞാലും നിൻ തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യൻ അല്ല ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാൻ അതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാം മാറു സീതാലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാനദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും. കദളീപനസാമ്രാജ്യഖില ഫലവൃക്ഷാവൃത കാനനേ ജനസംബാധ വിവർജിതേ. നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്ഥയാം രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിർച്ചർഖ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണോപദേശം. ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനേ. ഭക്തനാം അടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തിവൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിൻ തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമൻ അതു കേട്ടു ലക്ഷ്മണൻ തന്നോടു
അപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു. വഴി പോലെ കേട്ടാലും എങ്കിൽ അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മൻ അറിയും പരമാത്മാനം അറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗൽത്രയേ മായയാകുന്നതോ നിർണയം. അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേയേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക. അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപം അതും സംഗാദിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേത് ആനന്ദപ്രാപ്തിഹേതു ഭൂതയെന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വം ഉണ്ടെന്നു തോന്നിക്കുന്നു. രഞ്ജു ഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിൽ ഏതു മുന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതും എല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കിൽ ഇല്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പം ഉണ്ടാകേണ്ടാം. ജന്മ സംസാരവൃക്ഷമൂലമായ തൂ ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം. ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവൻ അതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവും എന്നതൂമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും
ഭേദം ഏതുമേയില്ല രണ്ടും ഒന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നതു അജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസാവക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാം അന്യൂഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജശ്ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകും എങ്കൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു സത്തിയും ഒന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്തവാക്യർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികൽപ്പങ്ങൾ ഏതുമേയുണ്ടാകൊല്ലാം ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേൾ അതുമെങ്കിൽ ആത്മാവല്ലല്ലോ. ദേഹപ്രാണബുദ്ധ്യഹങ്കാരം മാനസാദികൾ ഒന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാത പരമാത്മാവു താനേയേവേറെ നിൽപ്പിതു ചിദാത്മാവു ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിഹ തുൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാൻ ഇതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണൻ ആത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗതൻ പരിച്ഛേദ്യനല്ലോ. ഏകൻ അദ്വയൻ പരൻ അവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാം ഏകാത്മനാം ജ്ഞാനം ആചാര്യശാസ്ത്രൗഘ ഉപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യാം ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു
ലയിച്ചിടുമ്പോഴുള്ളോരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപം ഇതുള്ള വണ്ണമേ. പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളൂരില്ലാരും ജഗത്തിങ്കൽ. മൽഭക്തി ഇല്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി. രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിതവണ്ണമേ. ശ്രീരാമ ഭക്തിയുണ്ടെന്നാകിലേ കാണായി വരും. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം. ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലുന്നീ. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമം അതും മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും. ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലം എന്നിയേ സാധിച്ചുകൊള്ളുകയും അഥ പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നിവിപ്രാണാം കൊടുക്കയും അഥ മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്കയും മുദാമൽ ഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതം ഇത്തമെങ്കൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ലുത്തമോത്തമന്മാർ ആയുള്ളവർ അവരല്ലോ. ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാനവൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും. എന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്രമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം മമ. ഭക്തന്മാർക്കു ഒഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോടു വിശ്വാസം വരികയാൽ. ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യൻ ഇതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനം അകന്നു പോമോ. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ശൂർപ്പണഖ ആഗമനം. ഇത്തരം സൗമിത്രിയോടും അരുളി ചെയ്തു പുനർ ഇത്തിരി നേരം ഇരുന്നേടിനോരനന്തരം. ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടീഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു
യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലേശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണം പീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞു ഇന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ. ആരെടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെ എന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയാം ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ തൃശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികേ ജനസ്ഥാനേ ഞാൻ ഇരിപ്പതോ സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീല, അതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത. ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണൻ ഇവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരീ. എന്നോടു കൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ, നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാം. എന്നെ നീ പരിഗ്രഹിച്ചിടണോ മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോടരുൾ ചെയ്തിടിനാൻ. ഞാൻ ഇഹ
തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞീടരുതൊന്നുകൊണ്ടും. സാപത്ന്യോദ്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതീനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനിടോ. മംഗലശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകീടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവളപേക്ഷിച്ചാൾ. ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനും ഉരചെയ്താൻ. എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിടും അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുല നായകനോടു ചൊന്നാൻ. എന്നീ നീ പരിഗ്രഹിച്ചിടുക നല്ലു, നിനക്കൊന്നു കൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാം. മന്നവാഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടു കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരും അനാരതം. ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം. അതിനു ഇവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണം. അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കുന്നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും. ദൈവമൊന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളും. അവനില്ല സംശയം ഏതും. തെരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക. കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനെടു. രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി
വ്യാകുലചേതസ്സോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നു. അപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല്ല വെറുതേ നീ, നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിക നീ. മന്നവനായ രാമൻ തന്നോടും പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗവും കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസീ അപ്പോൾ മായാരൂപവും വേർപ്പെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവളലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലി കൊണ്ടു നീലപർവതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരും അരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനിപ്പോളെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നു. അരുളീനാൻ ശ്രീരാമചന്ദ്ര ജയ സീതാപതേ ജയ ജയ.